ഈ ഒരു മരുന്നങ്ങ് സ്പ്രേ ചെയ്താൽ ചെടികളിൽ ഇനി ഉറുമ്പ് തീരെ ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുക എന്ന് നമുക്കൊന്ന് വീഡിയോയിലിട്ട് പോവാം. ഹായ് കൂട്ടുകാർ, കൃഷിയെ സ്നേഹിക്കുന്ന എല്ലാവരെയും റുക്കിയാസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരുടെ മുമ്പിലേക്ക് വരുന്നത് നടീലുമല്ല, വിളവെടുപ്പുമല്ല, പൂക്കളെ കാണിക്കൊന്നുമല്ല. ഇന്ന് ഞാൻ വരുന്നത്, എന്നോട് കുറേ പേര് ഇങ്ങനെ കഴിഞ്ഞ വീഡിയോയിൽ ഓരോ സംശയം ചോദിക്കുന്നുണ്ട്. ഭയങ്കര സംശയമല്ല, അവർക്ക് വിഷമം തന്നെ അവർ അവതരിപ്പിക്കുന്നുണ്ട്. ഈ ഉറുമ്പ് പച്ചക്കറികളിലും പൂക്കളിലും എല്ലാം ഉറുമ്പ് ശല്യം ഭയങ്കര, കറിവേപ്പിലയിലും എല്ലാത്തിലും ഉറുമ്പാണ്. എന്താ ചെയ്യേണ്ടത്, അതിനെന്താ ഒരു പരിഹാരം പറഞ്ഞു തരുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പിന്നെ എൻ്റെ കമ്പോസ്റ്റും, കരിയില കമ്പോസ്റ്റും, ചക്കമടൽ കമ്പോസ്റ്റും, പിന്നെ വാഴത്തട കമ്പോസ്റ്റും ഒക്കെ ഞാൻ ഉണ്ടാക്കുന്ന, അതുപോലെ എൻ്റെ പ്രിയപ്പെട്ടവർ ഉണ്ടാക്കുന്നുണ്ടല്ലോ. അപ്പോൾ അതിലൊക്കെ ഉറുമ്പ് ശല്യം കൂടും. ഉറുമ്പ് ശല്യത്തിന് ഒരു മരുന്ന് പറഞ്ഞു തരാമോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ ആ മറുപടി കൊടുത്തെങ്കിലും കൂടി ക്ലിയറായിട്ട് ഞാൻ വീഡിയോയിലൂടെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ലൈവായിട്ട് എങ്ങനെയാണ് ഉറുമ്പിനെ നമ്മൾ നശിപ്പിക്കുന്നത് എന്നുള്ളത് എങ്ങനെയാണെന്നുള്ള നമുക്ക് നോക്കാം. എന്നാൽ വരി, അതിന് എന്തൊക്കെ, അത് ബുദ്ധിമുട്ടൊന്നുമില്ല, ചില്ലിക്കാശ് മുടക്കില്ല, നമ്മളെ വീട്ടിലുള്ള സാധനങ്ങളൊന്ന് യോജിപ്പിച്ചാൽ മാത്രം മതി. വീട്ടിൽ നമ്മൾ നട്ടുപിടിപ്പിക്കണം കേട്ടോ അത്. എന്നാൽ വരി, നമുക്കതൊക്കെ തുടങ്ങാലും. അതിന് നമുക്ക് ഫസ്റ്റിൽ വേണ്ട ആര്യവേപ്പിൻ്റെ ഇലയാണ്, ഭയങ്കര കയ്പുള്ള ആര്യവേപ്പിൻ്റെ ഇല. ഇതൊരു ഔഷധമാണ്. അപ്പം ഇത് നമ്മൾ വീട്ടിൽ നട്ടുപിടിപ്പിക്കുന്നത് നല്ല കേട്ടോ. കൃഷി എടുക്കുന്നവർക്ക്, പച്ചക്കറി പൂച്ചെടികളൊക്കെ പിടിപ്പിക്കുന്നവർക്ക് ഇത് വീട്ടിൽ പിടിപ്പിക്കണം. ഒരാളെ അടുത്തും പോവേണ്ട, നമ്മളെ കയ്യിൽ തന്നെ വേണം. അപ്പം ഇത് അധികമൊന്നും വേണ്ട, കുറച്ച് മതി. ഇത് പൊട്ടിക്കുന്തോറും ഉണ്ടാവും. അങ്ങനെ ഞാൻ ഫസ്റ്റിൽ ആര്യവേപ്പിൻ്റെ ഇല തളിര എടുത്തു. ഇനി അടുത്ത് ആര്യവേപ്പില പറിച്ച് കയ്യിലാക്കി. അത് അവനവൻ്റെ കയ്യിലുണ്ടായ നല്ല സുഖം, ഞാൻ പിടിപ്പിച്ചത് കൊണ്ടാണ്. പിന്നെ അടുത്ത് വേണ്ടത് കറ്റാർ വാഴ. കറ്റാർ വാഴ ഇവിടെ ഒടിഞ്ഞെടുക്കുന്നുണ്ടായിരുന്നു, ഇതന്നെ മതി. കറ്റാർ വാഴ നിർബന്ധമല്ല, സോപ്പും വെള്ളം ഉപയോഗിച്ചാൽ മതി. അത് കറ്റാർ വാഴ ആണെങ്കിൽ ഒന്നും കൂടി നല്ലത്, കാരണം ഇത് കീടനാശിനിയാണ്, ജൈവവളമാണ്. പിന്നെ ചെടീൻ്റെ ഇടയിലേക്ക് സോപ്പും വെള്ളം ഉപയോഗിക്കുന്ന എന്താ ലായനിക്കെന്ന് പറഞ്ഞാൽ പറ്റിപ്പിടിച്ച് നിൽക്കാനാണ്. അതിന് ഇത് മതി. ഇതില്ലാത്തവർ സോപ്പും വെള്ളം എടുത്തോളൂ കേട്ടോ. ഇനി അടുത്തത് പ്രധാനപ്പെട്ട എല്ലാം കൊണ്ടുവച്ചു. ആര്യവേപ്പിൻ്റെ ഇല പറിച്ചു കൊണ്ടുവന്നു, പിന്നെ അലോവേര, കറ്റാർ വാഴ അതും, പിന്നെ മെയിനായിട്ട് വെളുത്തുള്ളിയും. ഇതെല്ലാം കൂടി ചേർന്ന ഭയങ്കരമായൊരു രൂക്ഷഗന്ധമാണ്. അപ്പോൾ ഉറുമ്പുകൾ വരില്ല അതിൻ്റെ അടുത്തേക്ക്. അതാണ് ഇതിൻ്റെ പോളിസി. പിന്നെ ഭയങ്കര കയ്പുമായിരിക്കുമല്ലോ. നമ്മൾ വെളുത്തുള്ളി അധികമൊന്നും വേണ്ട, ഞാൻ അധികമൊന്നും എടുക്കുന്നില്ല. പിന്നെ എൻ്റെ കുറഞ്ഞ ആവശ്യത്തിനേ എടുക്കുന്നുള്ളൂ. ഇത് കൂടുതൽ ഉണ്ടാക്കി വെക്കണ്ടല്ലോ, എല്ലാ ആയുധം എൻ്റെ അടുത്തുണ്ടല്ലോ, എല്ലാ സാധനവും. മിക്സിയിൽ അരക്കണം. ആര്യവേപ്പിൻ്റെ എന്ന് പറഞ്ഞാൽ അത് ചെടികൾക്ക് മാത്രമല്ല മനുഷ്യർക്കും നല്ലതാണ്, വയറുവേദനക്ക്. പിന്നെ എന്ന് പറഞ്ഞാൽ പിന്നെ ചിക്കൻ ബോക്സ് ഒക്കെ ഉണ്ടായവർ കുളിക്കുമ്പോൾ ഇത് ഇടും. പിന്നെ ഈ സുന്നത്ത് കഴിഞ്ഞവരെ മക്കളെ കുളിപ്പിക്കാൻ ഇതെടുക്കും. അങ്ങനെ കുറേ നമുക്കിത് മരുന്ന്, അതൊരു ഔഷധമാണ്, കൂടുതലൊന്നും വേണ്ട. അലോവേര പിന്നെ പറയണ്ട, അലോവേര നമുക്കും ചെടികൾക്കും നമുക്ക് സൗന്ദര്യവർദ്ധക വസ്തുവിൽ പ്രധാനപ്പെട്ട ഒന്നാണ് അലോവേര. ഇതിൻ്റെ ജെല്ല് മുഖത്ത് തേച്ചാൽ വെട്ടിത്തിളങ്ങുന്ന, രാത്രി തേച്ച് രാവിലെ കഴുകി വൃത്തിയാക്കിയാൽ. അങ്ങനെ കുറച്ച് വെള്ളം ചേർത്തിട്ട് ഒന്ന് മിക്സിയിൽ അങ്ങ് അരക്കുക, നന്നായിട്ട് അങ്ങ് അരക്കുക. ഇതാ നന്നായി അരച്ചെടുത്തു, പച്ച കളറിൽ. ഇതൊക്കെ പച്ചയാണല്ലോ അതിൽ ചേർത്ത്, വെളുത്തുള്ളി മാത്രമേ വെളുത്തതുള്ളൂ. ഇത് നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന മിക്സി ആയാലൊന്നും ഒരു കുഴപ്പമില്ല കേട്ടോ, ഇതൊക്കെ നല്ലത് തന്നെയാണ്. കുറച്ച് നല്ല വെള്ളം ഉപയോഗിച്ച് ഒന്നും കൂടി ഇങ്ങനെ അടിച്ചാൽ മതി, അപ്പോൾ ഈ മിക്സി ജാറ് നന്നാവും. ഇപ്പോൾ പഴയത് വേണമെന്നൊന്നുമില്ല, നല്ലത് തന്നെ എടുക്കുക. ഇനി ഞാനിതൊന്ന് നേർപ്പിച്ചിട്ട് അരിപ്പയില തുണിയിൽ, എന്നാലേ നമുക്ക് സ്പ്രേ ചെയ്യാൻ കഴിയുള്ളൂ. ഞാൻ അതെല്ലാം ചെയ്യട്ടെ, നേർപ്പിക്കട്ടെ കേട്ടോ, ഡയലൂട്ട് ചെയ്യണം. അങ്ങനെ ഞാൻ അരച്ചിക്കൊണ്ട് മുറ്റത്തേക്ക് തന്നെ വന്നു. ഇതുവരെ അടുക്കളയിൽ നിന്ന് അരിച്ചത്, തോട്ടത്തിൽ പോയി ഇതെല്ലാം പറിച്ചെടുത്ത് അടുക്കളയിൽ നിന്ന് അരിച്ചു. ഇനി ഇത് ഫുള്ള് എടുക്കുന്നില്ല, ഞാൻ കുറച്ചേ എടുക്കുന്നുള്ളൂ, ഒരു പിടി മതി, ഇത്ര എടുത്താൽ മതി. ഇത് നമ്മൾ
ഇതിൻ്റെ കണക്ക് ഒരു പിടി എടുത്ത് കഴിഞ്ഞിട്ട് 3-4 ചോള വെളുത്തുള്ളി ആയിട്ട് 1 ലിറ്റർ വെള്ളം, 1 ലിറ്റർ വെള്ളം എടുത്ത് നല്ല പച്ചക്കളറില്ലേ, ഫുൾ അതാണല്ലോ. ഇപ്പം നമ്മൾ സ്പ്രേ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ സ്പ്രേ അടഞ്ഞു പോവും. ഇപ്പം നമ്മൾ അരിപ്പ ഉപയോഗിച്ചാലും മതി, അരിപ്പയിലും ഒക്കെ ചെറിയ പീസൊക്കെ വീഴുക. തുണിയാണ് ഏറ്റവും ബെസ്റ്റ്, എനിക്ക് എൻ്റെ അനുഭവത്തിൽ കേട്ടോ, തുണിയാണ് ഏറ്റവും ബെസ്റ്റ്. അപ്പം ഞാൻ തുണിയിലൊന്നും അരിക്കട്ടെ വിചാരിച്ച. പിന്നെ ഈ ഉറുമ്പ് എങ്ങനെയാണ് നമ്മളെ ചെടികളിലേക്ക് വരുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് അറിയുമോ? എന്താ അതിൻ്റെ കാരണം എന്നുള്ളത്? നമ്മളെ ചെടികളിലുള്ള പിന്നെ നീര് ഊറ്റി കുടിക്കാൻ വേണ്ടിയിട്ട് വെള്ളീച്ച വരും, വെള്ളീച്ച ഇലപ്പേനൊക്കെ വരും. അവർ നീരെല്ലാം ഊറ്റി കുടിച്ച് കഴിഞ്ഞ് അവരൊരു സ്രവം ഉൽപ്പാദിപ്പിച്ച് പുറത്തേക്ക് വിടുന്നുണ്ട്. അത് ഒരു തേൻ തുള്ളിയാണ്. അത് കുടിക്കാനാണ്, അത് തീറ്റയ്ക്ക് വേണ്ടിയാണ് ഈ ഉറുമ്പ് വരുന്നത്. ഇപ്പം നമുക്ക് ഉറുമ്പിനെ ഇല്ലാണ്ടാക്കി കഴിഞ്ഞാൽ, വെള്ളീച്ചനെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞാൽ തന്നെ ഉറുമ്പിൻ്റെ ശല്യം കുറയും. ഇലപ്പേന് അത് ഊറ്റി കുടിച്ച് കഴിഞ്ഞാൽ നമ്മളെ ചെടീൻ്റെ എല്ലാ ഉഷാറും കുറഞ്ഞില്ലേ? നമ്മൾ എന്ത് വളം കൊടുത്തിട്ട് എന്താ കാര്യമുള്ളത്? അവർ ഉഷാറിൽ നമ്മൾ വളം കൊടുത്തുണ്ടാക്കിയത് അവർ ഊറ്റി കുടിക്കുക. അപ്പോൾ അത് അതിൻ്റെ ആ സ്രവമാണ് തേൻതുള്ളി. അത് കുടിക്കാനാണ് ഈ ഉറുമ്പ് വരുന്നത്. ഉറുമ്പ് വന്നാലും നമുക്ക് അപകടം തന്നെയാണ്. പിന്നെ ഉറുമ്പ് ഏറ്റവും കൂടുതൽ നമ്മൾ കാണുന്നത് നീളം പയർ ചെടിയിൽ എല്ലാത്തിലും വരും. വെള്ളീച്ച വെള്ളോടത്തൊക്കെ ഉറുമ്പും വരും, വെള്ളീച്ച ഇലപ്പേനൊക്കെ വെള്ളോടത്തൊക്കെ വരും. അങ്ങനെ ഞാൻ ഇതാക്കി. പിന്നെ ഇതിൽ വെളുത്തുള്ളിൻ്റെ ഉള്ളത് കൊണ്ടുള്ള ഗുണം എന്താണെന്നറിയോ? പാമ്പൊന്നും വരില്ല. ഇത് ഭയങ്കര രൂക്ഷഗന്ധം, ഇവിടെ തന്നെ നിൽക്കാൻ കഴിയുന്നില്ല. അതെല്ലാം കൂടി ചേർന്നിട്ട് പാമ്പ് വരില്ല. ഇതിൻ്റെ മണം നമ്മൾ ഇപ്പം പാമ്പിൻ്റെ സമയമാണല്ലേ, എപ്പം നോക്കിയാലും പാമ്പാണല്ലോ. പാമ്പിൻ്റെ കഥയെ കേൾക്കാനുള്ളൂ, പാമ്പ് കടിച്ച് മരിച്ചത്. അപ്പം ഞാൻ ഇതൊന്ന് സ്പ്രേ ചെയ്ത് നോക്കട്ടെ കേട്ടോ. ആദ്യത്തെ വെള്ളമൊക്കെ ഒന്ന് ഒഴിവാക്കട്ടെ. ഇന്നലെ എൻ്റെ ചെടി ഞാൻ കട്ട് ചെയ്തിട്ട് കുറേ വെള്ളത്തിലിട്ട് വെച്ച് കുറേ നട്ടു. ഇപ്പോൾ കുറേ പേർക്ക് കമ്പ് വേണമെന്ന് പറയുന്നുണ്ട്. ഞാൻ വയനാട്ടുകാരിയല്ലേ, വയനാട്ടിലല്ലേ ഞാനുള്ളത്, ഞങ്ങൾക്ക് എങ്ങനെ എത്തിച്ചു തരും? ഇതിലേക്ക് അങ്ങ് ഒഴിക്കുക. നല്ല പച്ച കളർ ഇതങ്ങ് സ്പ്രേ അടിച്ചാൽ മതി. ഞാൻ പറഞ്ഞല്ലോ, പിന്നെ അലോവേര ഇല്ലാത്തവർ സോപ്പ് ലായനി എടുത്താൽ മതി കേട്ടോ. ഇങ്ങ് അടിക്കുക. ഈ പത കാണുന്നുണ്ടെങ്കിൽ ഞാൻ ഇപ്പം സോപ്പ് ഉപയോഗിച്ചില്ലല്ലോ, അലോവേരൻ്റെതായത് കേട്ടോ. ആ പത അതാ നമ്മൾ അടിച്ചാൽ ആ പറ്റി പിടിച്ച് നിൽക്കും. പിന്നെ ഇത് ഒരു മരുന്ന്. പിന്നെ നമുക്ക് പിന്നെ കായപ്പൊടിയും പിന്നെ മഞ്ഞൾ പൊടിയും വെതറിയാലും കുറേയൊക്കെ ഉറുമ്പിനെ ബുദ്ധിമുട്ട് നമുക്ക് രക്ഷപ്പെടാം. പിന്നെ സുർക്കയും വെള്ളവും കലർത്തിയിട്ട് അടിച്ചു കൊടുത്താലും കുറേയൊക്കെ മെച്ചപ്പെടാം. പിന്നെ ഇതുണ്ടല്ലോ ലക്ഷ്മണരേഖ ഇങ്ങനെ വരച്ചാലും ഉറുമ്പ് കയറില്ല. കാരണം കുറേ ആൾ എന്നോട് പറയുക, പിന്നെ നമ്മളെ കരിയില കമ്പോസ്റ്റ് ഇല്ലേ, കരിയില കമ്പോസ്റ്റിൽ ഉറുമ്പാണ്, എന്താ ചെയ്യുക ഭയങ്കര പരാതി എനിക്ക് വരുന്നുണ്ട് കമൻറ്റിൽ. അപ്പം ഈ ലക്ഷ്മണരേഖ ഇങ്ങനെ അങ്ങ് വരയ്ക്കുക, ചെടീൻ്റെ ചുറ്റും തൊടിയിക്കരുത്, വരച്ചാൽ അതിൻ്റെ ഉള്ളിലേക്ക് വരില്ല ഉറുമ്പ്. അങ്ങനെയും ഒന്ന് ചെയ്യുക. അങ്ങനെ പല ഐഡിയകളും ഉണ്ട് കേട്ടോ. ഇതിൻ്റെ നീട്ടം കൂടിപ്പോയി ഈ കുപ്പിൻ്റെ. ഞാനിതൊന്ന് മാറ്റിയാട്ടെ, കുപ്പി തന്നെ മാറ്റണം തോന്നുന്നുണ്ട്. ഓരോ ഐഡിയ വരുമ്പോൾ അല്ലേ ചെയ്യുക. ഇപ്പം റെഡിയാക്കിയപ്പോൾ തന്നെ മതി. ഇത് തന്നെ അടിക്കാം നമുക്ക്. ഇതിനൊക്കെ വരും. വെള്ളീച്ച എവിടെ ഉണ്ടോ അവിടെ ഉറുമ്പും ഉണ്ടാവും. ഉറുമ്പ് വന്നു കഴിഞ്ഞാൽ നമ്മളെ ചെടീൻ്റെ മൊത്തം, പിന്നെ കടിക്കുന്ന ഉറുമ്പന്നെ പല വിധം ഉണ്ടല്ലോ. ഞാൻ പൂക്കൾക്കൊന്ന് അടിച്ച് കാണിച്ചു തന്നേ ഉള്ളൂ. പ്രധാനമായിട്ടും വരുന്നത് ഇതിലൊക്കെയെന്നറിയോ? കറിവേപ്പിലക്ക് വരും, പയറിന് വരും. അപ്പോൾ ഞാൻ അടിച്ച് കാണിച്ചു തരട്ടെ. ഇത് വെളുത്തുള്ളിൻ്റെ സ്മെല്ലുള്ളത് കൊണ്ടുണ്ടല്ലോ ഭയങ്കര ഒരു രൂക്ഷഗന്ധം തന്നെ പറയതിന്. പിന്നെ പ്രധാനമായി നിങ്ങളോട് പറയാനുള്ളത്, നമ്മൾ എന്ത് സംഭവം നമ്മൾ മരുന്നടിക്കുകയാണെങ്കിലും അതിന് ടൈമുണ്ട്. ഒന്നുകിൽ രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരം. വെയിലത്ത് ഇത് അടിക്കുകയേ ചെയ്യരുത്, വെളുക്കാൻ തേച്ച് പാണ്ടായി മാറും. കാരണം നമ്മൾ വിചാരിക്കും വേഗം മാറിക്കിട്ടും വിചാരിച്ച് വെയിൽ കൊണ്ട് കഴിഞ്ഞാൽ അത് കരിഞ്ഞു പോകും. അപ്പം നമ്മൾ എന്ത് ചെയ്യണമെന്നറിയോ? ഒന്നുകിൽ വൈകുന്നേരം ഇരിക്കണം. അപ്പോൾ ഇതൊക്കെ എൻ്റെ നിത്യവഴുതനക്കൊക്കെ വെള്ളീച്ചൻ്റെ ശല്യം നന്നായിട്ടുണ്ടായിരുന്നു.
ഞാൻ അങ്ങനെ അടിച്ച് പോക്കിയതാ. ഇനി ഉണ്ടോക്കട്ടെ അടിയിൽ. ഇതാ കുറച്ചുണ്ട്, ഇതാ കുറച്ചുണ്ട്. നിത്യവഴുതന നോക്ക് നോക്ക്, നിത്യവഴുതന ഉണ്ടായി. ഇതിൻ്റെ ഉള്ളിലൊക്കെ ഉണ്ടായി. നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഇതാ ഇതൊക്കെ കണ്ടോ, ഇതാ കണ്ടോ വെള്ളീച്ച എങ്ങനെ അടിച്ചിട്ടു. വെള്ളീച്ച നിങ്ങൾ കാണൂല, പറന്നു പോകുന്നതേ. ഇങ്ങനെ അങ്ങ് അടിച്ചു കൊടുത്താൽ മേലാവേണ്ട. കാരണം മേലെ തക്കാളിക്ക് വരും. തക്കാളിയൊക്കെ ഇതിൻ്റെ ഉള്ളിലുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ തക്കാളി ഉണ്ട്. പിന്നെ എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ കാണിച്ചിരുന്നത് ഇത് മരുന്നുമായിട്ട് ബന്ധപ്പെട്ട അല്ല കേട്ടോ. എൻ്റെ ചീരച്ചേമ്പ് നോക്ക്, ഇതിന് നമുക്ക് ഒരു മരുന്നും അടിക്കണ്ട, ഒരു വളവും ഇടണ്ട. നനവ് വേണം, നനവാണ് കേട്ടോ. എന്തുപോലെ ഉണ്ടാ. ഞാൻ എത്ര ആക്ക് ഇത് കട്ട് ചെയ്ത് കൊടുത്തു. ഇതിൻ്റെ എന്തൊരു ടേസ്റ്റാണെന്നറിയോ. ഇത് ഇളക്കി വെക്കുക, തോര ഉണ്ടാക്കി വെക്കുക, ചോറ് തനിയെ ഇറങ്ങും. അടിപൊളിയാ കണ്ടോ. ഇതിന് എല്ലാവർക്കും ഒരു സംശയം ചൊറിയില്ലേന്ന്. ചൊറിയില്ല എന്ന് മാത്രമല്ല നല്ല ടേസ്റ്റുമാണ്. പിന്നെ ഇതിന് വിത്തുണ്ടാവില്ല. അടിയിലെ വേര് പൊട്ടി മുളച്ചിട്ട് കുറേ തൈകൾ ഉണ്ടാവും. ആ തൈകൾ കൊണ്ടുപോയി നമുക്ക് പിന്നെ മാറ്റി കുഴിച്ചിടാം. ഇപ്പം ജൂൺ മാസം വരാൻ പോകുക, മഴക്കാലം വരാൻ പോകുക. തൈ അങ്ങ് നട്ടാൽ മതി. എന്താ അടിപൊളിയാവുന്നറിയോ. നിറച്ച് തൈ ഉണ്ടായിട്ടുണ്ട്. ഞാൻ വെറുതെ പറഞ്ഞതേ ഉള്ളൂ. നിങ്ങൾക്ക് എവിടുന്നെങ്കിലും കിട്ടുകയാണെങ്കിൽ നട്ടോളാൻ വേണ്ടിയിട്ടാണ്. ഇത് കണ്ടോ എൻ്റെ കരുവേപ്പിലക്കൊക്കെ വരും. ഇത് എങ്ങനെയാ നട്ടെന്നറിയോ. ഈ പിന്നെ കരുവേപ്പില വേര് മുളച്ചുണ്ടാകുമല്ലോ, അതിങ്ങനെ തണ്ട് അടിയോട് കൂടെ കളിച്ചിട്ട് ഞാൻ എന്താ ഒരു പോട്ടിൽ നട്ടതായിരുന്നു. കണ്ടോ നല്ല ഉഷാറായി വരുന്നുണ്ട്. തെളിഞ്ഞു ഉഷാറായി. 2 നട്ടാണ്. ആർക്കെങ്കിലും ഒന്ന് കൊടുക്കാലോ വിചാരിച്ചിട്ട്. നമ്മൾ വിചാരിക്കും കപ്പയിലൊന്നും വെള്ളീച്ച വരില്ല എന്നുള്ളത്. കപ്പയിൽ വരെ വെള്ളീച്ച വരും. വെള്ളീച്ച കപ്പയിൽ വന്നാൽ അറിയാലോ. പിന്നെ അവിടെ രണ്ടാമത് വരുന്ന ആൾ നമ്മളെ ഉറുമ്പ് വന്നാൽ രണ്ടാളും കൂടി നമ്മളെ നട്ടത് മുഴുവൻ ഒരു വിധമാക്കി കളയും. എല്ലാത്തിനും അങ്ങ് അടിച്ചെടുക്കുക. ജൈവമാണല്ലോ, പേടിക്കണ്ടല്ലോ. അപ്പോൾ ഇതൊരു സ്പ്രേ ചെയ്താൽ മതി കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് സമയമുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല, അത് ചെയ്താൽ പാലിച്ചാൽ മതി. ഞാൻ എന്തെങ്കിലും മരുന്നുണ്ടാക്കി നിങ്ങളെ കാണിക്കുമ്പോൾ അതിലൊരടിയിലെ ചോദിക്കൂ കറിവേപ്പിലൊക്കെ പറ്റുമോ എന്നൊക്കെ. എല്ലാത്തിനും പറ്റൂ കേട്ടോ. ഇത് കറിവേപ്പില ഉഷാറാകാൻ കാരണം എന്താണെന്നറിയോ. ഞാൻ ഇത് അടിയല്ല കുറേ താഴെ അങ്ങ് വെട്ടി മാറ്റിയപ്പോൾ നിറയെ തളിര് വന്ന്. കണ്ടോ എന്താ ഓമനത്തുള്ള കറിവേപ്പില. അടിപൊളിയാണ്. ഈ ഇലപ്പേന് വെള്ളീച്ചയൊന്നും ബാധിക്കൂല. ഇടയ്ക്കിടയ്ക്ക് അങ്ങ് അയച്ചു. നിങ്ങളെ ചെടിയിൽ ഒന്നുമില്ല നോക്കുക. അങ്ങനത്തെ ഒരസുഖവും ഇല്ലെങ്കിലും നിങ്ങൾ എന്താക്കണം അറിയോ, ഇടയ്ക്കൊന്ന് അടിച്ചു കൊടുക്കുന്നത് നല്ലതാണ്. അടിയിലൊക്കെ ഉണ്ട്. ഞാൻ എപ്പം കപ്പയിലൊക്കെ അതെൻ്റെ ചാക്ക് നട്ട കപ്പയാ. ഉഷാറായി കണ്ടോ. രണ്ടെണ്ണം നട്ട് ഉഷാറായി വരുന്നു. എൻ്റെ നാരങ്ങ കണ്ടോ. നാരങ്ങ ഇതാ 1 2 3 4 5 6 7. ഇതാ ഈ കുഞ്ഞിതാ നോക്ക് എന്താ അതൊക്കെ നാരങ്ങയാ. ഇവിടെയൊക്കെ വെള്ളീച്ചൊക്കെ വന്നിട്ട് നമ്മൾ നാരങ്ങനങ്ങ് ഉപദ്രവിച്ചാലേ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഉറുമ്പ് വരാണ്ടായ കാരണങ്ങൾ ഞാൻ പറഞ്ഞല്ലോ. ഇനി ഈ ഗന്ധം കൊണ്ട് ഉറുമ്പ് വരില്ല. ഉറുമ്പ് മാത്രമല്ല പാമ്പും വരില്ല. ഇതിന് വെളുത്തുള്ളി നന്നായി ചേർന്നിട്ടുണ്ട്. ഇതെൻ്റെ കരുവേപ്പിലിൻ്റെ വേറൊരു മര. ഞാൻ ഇവിടെ വെട്ടിക്കൊടുത്ത് രണ്ടാമത് ഇതാ ഉഷാറായിട്ട് വന്നിട്ടുണ്ട്. എൻ്റെ മേലൊന്നും അങ്ങനെയൊന്നും ഇല്ല. മേലെ കയറിപ്പോണ്ട, മേലെ കയറണ്ട വിചാരിച്ച് ചെയ്യുന്ന പണിയാണ്. കർമൂസിനങ്ങ് അടിക്കട്ടെ. കർമൂസിനൊക്കെ ഓരോ ഇങ്ങനെ വരുന്നുണ്ട്. എല്ലാത്തിനും അടിച്ചു കൊടുക്കുക. ഒരു പേടിയും പേടിക്കണ്ട. എൻ്റെ ചൈനീസ് നാരങ്ങ അതിലൊക്കെ പൂട്ട് കഴിഞ്ഞാലൊക്കെ ഉറുമ്പ് വന്നാൽ ഇതിനൊക്കെ അങ്ങ് അടിച്ചു കൊടുക്കുക. അതാ ഇവിടെയൊക്കെ വരാൻ തുടങ്ങി. ഇതാ കായ്ക്കാൻ തുടങ്ങി. പൂ നിറച്ചുണ്ട്. നിങ്ങൾ കാണുന്നുണ്ടാവൂല. അങ്ങനെ ചെറിയ പൂക്കളാണ്. പൂക്കളിലും വെള്ളീച്ച ഇതൊക്കെ വരും. ഇലപ്പേന് എല്ലാം വരും. ഒക്കെ ഒന്ന് അടിച്ചാൽ നമ്മൾ കാണൂല, എന്നാലും തെറിച്ചിങ്ങനെ പാറിപ്പോണത് കാണാം. ഇതെൻ്റെ ജമന്തി പൂവിട്ടേ നോക്ക്. ജമന്തി പൂവുണ്ടായത്. ഇതെൻ്റെ ബാൾസം. നോക്കുമ്പോൾ എല്ലാവരെയും നോക്കണമല്ലോ.
എൻ്റെ റോസ് കാണിച്ചു തരണോ? വെള്ള റോസ് കണ്ടോ? വെള്ള റോസ് ഇപ്പം പൂവിട്ട് കഴിയാറായി. ഇനിയിപ്പോൾ തളിര് വന്നു. ഇനി ഞാൻ ഇതിങ്ങനെ പൊട്ടിക്കും. പൊട്ടിച്ചിട്ട് ഞാൻ വേറെ നടും. ഇത് എൻ്റെ മഞ്ഞ ജമന്തിയ. എല്ലാത്തിനും അങ്ങ് അടിച്ചു കൊടുക്കട്ടെ. മഞ്ഞ ജമന്തിയൊക്കെ ഇതാ വിരിയുന്ന്. ജെറേനിയൊക്കെ നിറച്ചുണ്ട്. ഓരോന്ന് ബാൾസോ. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരുടെ സംശയം തീർന്നെന്ന് വിചാരിക്കുന്നു. കാരണം കുറേ ആൾക്കാർ എന്നോട് കമൻറ്റിൽ ചോദിച്ചിട്ടുണ്ട് കേട്ടോ, ഉറുമ്പ് ശല്യം വല്ലാണ്ടുണ്ട്. അപ്പം ഈ ഒരു സ്പ്രേ അടിച്ചാൽ മതി. ഒരു നേരം അടിച്ചിട്ട് അങ്ങ് കിടന്നുറങ്ങിയാലൊന്നും പോകൂല കേട്ടോ, ഒരുപാട് നേരം അടിക്കണം. പിന്നെ നമുക്ക് ഇത് നല്ല തണുപ്പ് സ്ഥലത്ത് കൊണ്ടുപോയി വെച്ചാൽ കുറച്ചൊക്കെ ഉപയോഗിക്കും, കുറേ ദിവസം ഉപയോഗിക്കും ചെയ്യാം. അപ്പം വെളുത്തുള്ളി മാത്രമേ നമുക്കൊന്ന് പൈസ കൊടുത്ത് വാങ്ങേണ്ടതുള്ളൂ. ബാക്കിയെല്ലാം നമ്മളെ കയ്യിലുള്ളത് തന്നെയാണ്. ആരോപ്പിൻ്റെത്, കറ്റാർ വാഴ എല്ലാം ചേർത്ത് ഇങ്ങനെ അടിച്ച് കൊടുക്കുക, ഇടയ്ക്കിടയ്ക്ക് അടിച്ച് കൊടുക്കുക. എന്നാൽ പിന്നെ ഈ വെള്ളീച്ച അങ്ങ് പോയിക്കോളൂ, ഇലപ്പേന് പോയിക്കോളൂ. അത് കാരണം ഉറുമ്പില്ലാണ്ടാവും, ചെടികൾ നല്ല പുഷ്ടിയായിട്ട് വളരും. കാരണം നീര് ഊറ്റി കുടിക്കുകയല്ലേ ചെയ്യുന്നത്, അതിൽ സ്രവമാണ് കുടിക്കാനാണ് ഇവർ വരുന്നത്, ഈ ഉറുമ്പുകൾ. അപ്പോൾ വളരെ ക്ലിയറായിട്ട് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഞാനിതൊക്കെ ചെയ്തിട്ടാണ് എൻ്റെ ചെടികളൊക്കെ മുന്നോട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ അത്രയേ ഉള്ളൂ. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് സബ് തന്നെ സപ്പോർട്ട് ചെയ്യണേ. ബൈ ബൈ എല്ലാവരോടും. അസ്സലാമു അലൈക്കും.